Welcome to BSc Main Physics, Semester 1, Paper 1, Mechanics and Properties of Matter. This is 54th lecture, Surface Tension Problems, Part 2, second part of the problems. BSc Main Physics, Unit Surface Tension. And we do some more problems from the chapter Surface Tension. And here is the first problem. Two bubbles of radius A and B coalesce to form a single bubble of radius R. If the external pressure is P, prove that the surface tension of the solution from which the bubbles are formed is given by S or T. S is equal to P into R cubed minus A cubed minus B cubed all by 4 into A square plus B square minus R square. Assume the temperature to remain constant. അപ്പോൾ ഇതൊരു ബുക്ക് വർക്കാണ്, ആൻസർ തന്നിരിക്കുകയാണ്, നമ്മൾ അത് എഴുതി അതാണ് ഉത്തരമെന്ന് കാണിച്ചാൽ മതി. Two bubbles of radius A and B coalesce to form a single bubble of radius small r. If the external pressure is P, prove that the surface tension of the solution from which the bubbles are formed is given by S is equal to P into R cubed minus A cubed minus B cubed by 4 into A square plus B square minus R square. Assume the temperature remains constant. അപ്പോൾ രണ്ട് ബബിള് ഒന്നാമത്തെ റേഡിയസ് സ്മോൾ എ ആണ്, രണ്ടാമത്തെ റേഡിയസ് സ്മോൾ ബി ആണ്. അവ രണ്ടും ഐസോതെർമൽ കണ്ടീഷനിൽ ടെമ്പറേച്ചർ സ്ഥിരമായിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ കൂടിച്ചേർന്ന് മറ്റൊരു ബബിൾ ഉണ്ടാകുകയാണ്. ആ വലിയ ബബിളിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണെങ്കിൽ സർഫസ് ടെൻഷൻ ആ കാണുന്ന റിലേഷനാണ് തെളിയിക്കുക. ഏതാ റിലേഷൻ? എസ് ഇസ് പി ഇൻറ്റു ആർ ക്യൂബ്ഡ് മൈനസ് എ ക്യൂബ്ഡ് മൈനസ് ബി ക്യൂബ്ഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ തെളിയിക്കണം. പി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് എക്സ്റ്റേണൽ പ്രഷർ, ബബിളിന് പുറത്തുള്ള പ്രഷറാണ്. And here is the idea. You look. Let PR, PA, PB be the internal pressures of the bubbles of radius R, A and B respectively by Boyle's law. അപ്പോൾ ഈ പി ആർ പി എ പി ബി ബബിളിനകത്തുള്ള പ്രഷർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഐസോതെർമൽ കണ്ടീഷനാകുമ്പോൾ നമുക്കറിയാം പി ബി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഐസോതെർമൽ കണ്ടീഷനിൽ പി വി നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി പറയാം. അപ്പം അങ്ങനെ പറയുമ്പോൾ പി ആർ വി ആർ ഇസ് ഈക്വൽ ടു പി എ വി എ പ്ലസ് പി ബി വി ബി എന്നെഴുതാവുന്നതാണ്. അവിടെ ബോയ്സിൽ അപ്ലൈ ചെയ്യുന്നത് പി വി ഇസ് കോൺസ്റ്റൻറ്റ്. എന്താണ് വി ആർ വി എ വി ബി അതിൻ്റെ വാല്യൂ കൊടുക്കുക. ദാറ്റ് പി ആർ ഇൻറ്റു 4/3 പി ആർ ക്യൂബ്ഡ് ഈക്വൽ ടു പി എ ഇൻറ്റു 4/3 പൈ സ്മോൾ എ ക്യൂബ്ഡ് പ്ലസ് പി ബി ഇൻറ്റു 4/3 പൈ സ്മോൾ ബി ക്യൂബ്ഡ്. വോളിയം കൊണ്ട് നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ്. ആ 4/3 പൈ അങ്ങ് വെട്ടിപ്പോയിട്ട് പി ആർ ഇൻറ്റു ആർ ക്യൂബ്ഡ് ഈക്വൽ പി എ ഇൻറ്റു എ ക്യൂബ്ഡ് പ്ലസ് പി ബി ഇൻറ്റു ബി ക്യൂബ്ഡ് എന്ന് കിട്ടും. ഇനി ഇതിനകത്തുള്ള പ്രഷർ ഈ പുറത്തുള്ള പ്രഷറിൻ്റെ കൂടെ എക്സേ പ്രഷർ കൂടി കൂടുന്നതാണ്. ഇൻസൈഡ് പ്രഷർ ഓഫ് ദി ബബിൾ ഈസ് ഔട്ട്സൈഡ് പ്രഷർ പ്ലസ് എക്സേ പ്രഷർ. സോ വി റൈറ്റ് പി ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് 4s ബൈ ആർ. എസ് ഇസ് ടി സർഫസ് ടെൻഷൻ. ഇവിടെ ഈ പ്രോബ്ലത്തിൽ സർഫസ് ടെൻഷനായിട്ട് എസ് എന്നുള്ള സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പി പ്ലസ് 4s ബൈ ആർ ടി എന്ന് ഉപയോഗിച്ചാലും മതി. പി എ ഇസ് പി പ്ലസ് 4s ബൈ എ, പി ബി ഇസ് പി പ്ലസ് 4s ബൈ ബി. ബബിളായതുകൊണ്ടാണ് 40 ബൈ ആർ 4s ബൈ ആർ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂവിൽ നമ്മൾ ആ മുകളിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് പി ഐ ഇൻറ്റു ആർ ക്യൂ പി ആർ ഇൻറ്റു ആർ ക്യൂബ്ഡ് ഈക്വൽ പി ഐ ഇൻറ്റു എ ക്യൂബ്ഡ് പ്ലസ് പി ബി ഇൻറ്റു ബി ക്യൂബ്ഡ് എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് പി പ്ലസ് 4s ബൈ ആർ ഇൻറ്റു ആർ ക്യൂബ്ഡ് ഈക്വൽ പി പ്ലസ് 4s ബൈ എ ഇൻറ്റു എ ക്യൂബ്ഡ് പ്ലസ് പി പ്ലസ് 4s ബൈ ബി ഇൻറ്റു ബി ക്യൂബ്ഡ്. ഇപ്പം ഇവിടെ ഒന്നും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല, മറിച്ച് ബ്രാക്കറ്റ് മാറ്റും. ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഈ ക്യൂബ് ടേമെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം, സ്ക്വയർ ടേമെല്ലാം റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യണം. ക്യൂബെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ രണ്ട് ക്യൂബ് ടേം റൈറ്റ് സൈഡിലുണ്ട്, അത് ലെഫ്റ്റിൽ വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും. കോൺ ഫാക്ടർ പി എടുക്കുമ്പോൾ
Inside we get r cubed minus a cubed minus b cubed. റൈറ്റ് സൈഡിലെല്ലാം സ്ക്വയർ ടേമുകളാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് കോൺ ഫാക്ടർ 4s പുറത്തെടുക്കുമ്പോൾ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എസ് കാണുമ്പോൾ എസ് ടി കാണുമ്പോൾ ഡിവൈഡ് ചെയ്താൽ മതി. പി ബൈ 4 ഇൻറ്റു ആർ ക്യൂഡ് മൈനസ് എ ക്യൂഡ് മൈനസ് ബി ക്യൂഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം. Calculate the depth of water at which an air bubble of radius 4 into 10 raised to minus 4 meter may remain in equilibrium. Density of water is 70 into 10 raised to minus 3 Newton meter raised to minus 1. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമാണ്. അപ്പോൾ ഡ്രോപ്പ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇൻസൈഡ് എക്സ് പ്രഷർ ഈസ് പ്രഷർ ഔട്ട്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ ലെക്ചറിനകത്ത് ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പ്രഷർ ഇൻസൈഡ്, എക്സ് പ്രഷർ ഈസ് പ്രഷർ ഔട്ട്സൈഡ്. ദാറ്റ് ഈസ് 2s by r ഈസ് പ്രഷർ ഓഫ് ദി വാട്ടർ കോളം h rho g. That is 2s by r rho g. Put the values. 2 into 70 into 10 raised to minus 3 by 4 into 10 raised to minus 4 into 1000 into 10 raised to minus 9.8 equal to 3.57 into 10 raised to minus 3 meter. Answer. Next problem. Two sprinkles bubbles A and B of radius 3 cm, 5 cm coil is so as to have a portion of their surface in common. Calculate the radius of curvature of this common face. Two spherical subbubbles A and B of radius 3 cm, 5 cm coil is so as to form a portion of their surface in common. Calculate the radius of curvature of the common face. അപ്പോൾ രണ്ട് ബബിളുണ്ട് എയും ബിയും. അവയുടെ റേഡിയസ് യഥാക്രമം 3-5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അവ കൂടിച്ചേർന്ന് ഒരു വലിയ ബബിളായിട്ട് ഫോം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കോമൺ സർഫസ് ഏരിയ അവയ്ക്ക് വരും. കാൽക്കുലേറ്റ് ദി റേഡിയസ് കർവേച്ചർ ഓഫ് ദി കോമൺ ഫേസ്. അപ്പോൾ കോമൺ ഫേസിൻ്റെ ഏരിയ എന്തായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ആർ ബി ദി റേഡിയസ് കർവേച്ചർ ഓഫ് ദി സർഫസ്, കോമൺ സർഫസ് ഓഫ് ദി ബബിൾസ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ സ്മോൾ ആർ ആണ് റേഡിയസ് കർവേച്ചർ എന്ന് വിചാരിക്കുക. R1 is 3 into 10 raised to minus 2, R2 is 5 into 10 raised to minus 3, expression A 4s by R1, expression B 4s by R2. Thus there is extra pressure on this side A. എക്കകത്തുള്ള പ്രഷർ കൂടുതലാണ്, കാരണം R കുറയുമ്പോഴേ എക്കകത്തുള്ള പ്രഷർ കൂടുതലായിരിക്കും. On the side A of the common surface above that on the B side, and that is equal to 4s by R1 minus 4s by R2. അപ്പോൾ ഇത്രയും പ്രഷർ കൂടുതലായിരിക്കും എ എന്നുള്ള ബബിളിൻ്റെ സൈഡിൽ. അത് എന്തിനു തുല്യമാകും? ദീസ് എക്സ്ട്രാ പ്രഷർ മസ്റ്റ് ബി ഈക്വൽ ടു 4s by R. ഇപ്പോൾ വലിയ ബബിളിൻ്റെ എക്സ്ട്രാ പ്രഷർ തുല്യമായിട്ട് ഇത് മാറും. So 4s by R is 4s by R1 minus 4s by R2. Yes, will cancel. We get 1 by R is 1 by R1 minus 1 by R2. That is 1 by R is equal to, put the values of R1 and R2. 3, 5, 1 by 3 minus 1 by 5 equal 5 into 10 raised to minus 3 by 15. Subtract by taking LCM. That is 2 by 15. R is 15 by 2, 7.5 centimeter. Next problem. Two subbubbles, one of radius 3 cm and other of radius 4 cm each, coils in vacuum under isothermal condition. Calculate the radius of the bubble formed. Two subbubbles, one of radius 3 cm and other of radius 4 cm each, coil is in vacuum. You remember it is in vacuum. There is no outside pressure.
vacuum under isothermal condition. Isothermal condition, the meaning is temperature is constant. Calculate the radius of the bubble formed. Let R1 and R2 be the radii of the two spherical bubbles, and P1, P2 is the total pressure inside. Then P1 is 4 sigma by R1. Here we use sigma as this symbol for surface tension. P1 is 4 sigma by R1 or 4S by R1 or 4T by R1. And P2 is 4 sigma by R2. Sigma is the surface tension of soap solution. B1 and B2 be the volumes of the bubbles before the coils. കൂടിച്ചേരുന്ന മുമ്പ് അവയുടെ വോളിയം V1 ഉം V2 ഉം എന്ന് സപ്പോസ് ചെയ്യുക. Let V be the volume of the combined bubble. Then V1 is 4/3 pi small r1 cubed. V2 is 4/3 pi small r2 cubed and V is 4/3 pi r cubed. The combination is under isothermal condition, so we can write P1 V1 plus P2 which is PV, that is 4 sigma by R1 into 4/3 pi R1 cubed plus 4 sigma by R2 into 4/3 pi R2 cubed is 4 sigma by R into 4/3 pi R cubed. Terms cancel and we write R. We get R square. R square is R1 square plus R2 square. We get on cancellation of the common factors. R is root of R1 square plus R2 square. You write as R2 square. R2 square, that is root of 3 square plus 4 square, which is 5 centimeter. Answer. Next problem. Two spherical subbubbles coincide to form a single bubble without leakage of air if V is the consecutive change in volume of the enclosed air and is the change in total surface area. Show that 3 PV plus 4 sigma S is 0, where sigma is the ST and P is the atmospheric pressure. You carefully read the problem. Two spherical subbubbles coincide to form a single bubble without the leakage of air if V is the consecutive change in volume of the contained air and yes, the change in total surface area. Show that 3 PV plus 4 sigma S is 0, where sigma is the surface tension and P is the atmospheric pressure. അപ്പോൾ രണ്ട് ബബിൾ കൂടിച്ചേരുകയാണ്, സ്പെറിക്കൽ ബബിൾ കൂടിച്ചേരുകയാണ്, എന്നിട്ട് സിംഗിൾ ബബിളായിട്ട് മാറുകയാണ്. വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയാണ്. ആ ചേഞ്ച് വളരെ പ്രാധാന്യമുണ്ട്. ചേഞ്ച് ഇൻ വോളിയം, അല്ലാതെ ടോട്ടൽ വോളിയൊന്നുമില്ല. പിന്നെ എസ് ഈസ് എ ചേഞ്ച് ഇൻ ഏരിയ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 PV plus 4 sigma S 0 എന്ന് തെളിയിക്കാൻ. So the answer, let R1 and R2 be the radii of the two bubbles and smaller the radius of the single bubble. The temperature remains constant and there is no leakage of air. So the mass is constant. We can apply Boyle's law. P1 B1 plus P2 B2 is P0 V0, where P1 P2 and P0 are the pressure inside the bubbles. So we write the pressures. P1 is P plus 4 sigma by R1. P is the outside pressure. P2 is P plus 4 sigma by R2. P0 is P plus 4 sigma by R. Volume V1 is 4/3 pi R1 cubed. V2 is 4/3 pi R cubed. V0 is 4/3 pi R cubed. Substituting in the above equation, we get P plus 4 sigma by R1 into 4/3 pi R1 cubed is equal to P plus 4 sigma by R2 into 4/3 pi R1 cubed. In the right side, we get equal to P plus 4 sigma by R. 4 sigma by R into 4/3 pi R cubed. ഇവിടെ ഒരു ടേമും നമ്മൾ വെട്ടിക്കളയുന്നില്ല. നമ്മൾ വോളിയം എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരണം, ഏരിയ എല്ലാം റൈറ്റ് സൈഡിലും കൊണ്ടുവരണം. R² വരുന്നത് റേഡിയസ് ടേമുകളാണ്, R³ വരുന്നത് അല്ലെങ്കിൽ A³ വരുന്നത്
വോളിയം ടേമുകളാണ്. വോളിയം ടേമുകൾ ലെഫ്റ്റ് സൈഡിലും ഏരിയ ടേമുകൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. റൈറ്റ് സൈഡിലല്ല, എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഏരിയ ടേമുകളെല്ലാം ഒരുമിച്ച് എഴുതുക, വോളിയം ടേമുകളെല്ലാം ഒരുമിച്ച് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് P into 4/3 pi R1 cubed plus 4/3 pi R2 cubed minus 4/3 pi R cubed is equal to 4 sigma by plus 4 sigma by 3 into 4 pi R1 square plus 4 pi R2 square minus 4 pi R square is equal to 0. ആ ഒന്നാമത്തെ ബ്രാക്കറ്റിന് അകത്തുള്ള ടേം എന്ന് പറയുന്നത് വോളിയം ചേഞ്ചാണ്. അതിന് വി എന്ന് കൊടുക്കും. ഇപ്പം പി വി പ്ലസ് 4 സിഗ്മ ബൈ 3. രണ്ടാമത്തെ ബ്രാക്കറ്റിന് അകത്തുള്ള ടേം എസ് എന്ന് പറയും. എസ് എന്നല്ല, രണ്ടാമത്തെ എസ് എന്നുള്ള ടേം. എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഇൻ ഏരിയ എസ് എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് പി വി പ്ലസ് 4 സിഗ്മ ബൈ 4/3 സിഗ്മ ഇൻറ്റു എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 3 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 PV plus 4 sigma S equal to 0. That is all with the 54th lecture on paper 1 mechanics and properties of matter, and this unit surface tension is over. In the next class we start fluid mechanics, Bernoulli's theorem, etc., and that is the last chapter. With that we can complete the paper. Thank you very much.